തന്നെ യോഗ ചെയ്യുവാണോ ഇരിക്കുഞ്ഞേ? കുഞ്ഞിങ്ങനെ കിടക്കണം. താഴെ നോക്കിയ വല്ലാട്ടണേ. ഈസ്റ്ററൊക്കെ അല്ലേ, അപ്പം ഇറച്ചിയൊക്കെ മേടിച്ചത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് കറി വയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ 2 പേരും ഫ്രണ്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ചെറിയ പീസുകൾ എല്ല് ഉൾപ്പെടെയുള്ളത് ഓരോ കുഞ്ഞുവായി വെച്ച് കൊടുക്കും കേട്ടോ. അവരതിനു വേണ്ടിയാണ് നിൽക്കണത് തന്നെ. അപ്പം പിന്നെ അത് കഴിഞ്ഞാലല്ലേ എൻ്റെ പണിയൊക്കെ തീരുള്ളൂ. അവരങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് പോകാനൊരു മനസ്സ് തോന്നുന്നില്ല. എങ്ങാനും കിട്ടിയാലോ, പണ്ടാരെന്ന് പറഞ്ഞാൽ എങ്ങാനും ബിരിയാണി തന്നാലോ അല്ലേ? നാത്തൂൻ്റെ മോന് പുള്ളിയെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അവൻ എയർപോർട്ടിൽ പോകണം, വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിനെ കണ്ടുള്ള ഓട്ടം. അപ്പം അവരുടെ കൂടെ നമ്മുടെ ചച്ചുക്കുട്ടി അവിടെ നിൽപ്പുണ്ട്. അപ്പം അതാണ് അവൻ്റെ ഈ വെപ്രാളം മുഴുവൻ ഈ പാഞ്ഞ് നടക്കുന്നത്. പപ്പയല്ല, അങ്കിളാ. ഓ എന്നടാ ഏയ് എന്നെ അതാരാന്ന് ഓർത്തോണ്ടോ കൊച്ചു കുറയ്ക്കുന്നത്? നോ, ഇങ്ങ് വരൂടാ, പപ്പ വരൂ കേട്ടോ. അവള് പുറത്ത് കിടപ്പുണ്ടേ, പാവം. നമ്മുടെ വണ്ടി എടുത്തോണ്ടേ പെങ്ങടെ മോനെ എയർപോർട്ടിൽ പോയതാട്ടോ. അവൻ്റെ വണ്ടി ഇവിടെ ഇട്ടേച്ച. അപ്പോൾ കുക്കു ഓർത്തു നമ്മുടെ വണ്ടിയെ രാജാ വന്നേന്ന്. അതാട്ടോ ഇത്ര കിടന്ന് തുള്ളിയത്, പാവം കൊച്ച്. ഞാൻ പെസക, അതായത് നോയമ്പിന് 80 നോയമ്പുണ്ടല്ലോ, അതിൻ്റെ
ലാസ്റ്റത്തെ ഒരാഴ്ച മാത്രമേ ഞാൻ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 50 ദിവസമൊന്നും എനിക്കിങ്ങനെ ഭക്ഷണ സാധനം ഇഷ്ടമുള്ളതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇനിയും പറ്റുമോ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട സാധനങ്ങൾ ഇറച്ചിയോ മീനോ ഒന്നുമല്ല കേട്ടോ. അതിലിഷ്ടമുള്ള ഞാനിവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനിടയ്ക്ക് വേറെ കുറച്ച് ചോക്ലേറ്റ് പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറേ ചോക്ലേറ്റ് കഴിച്ചതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അതും ഞാൻ മാറ്റി വെച്ചു. ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു, ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചു. അപ്പോൾ ആ ഒരാഴ്ച അങ്ങനെ അങ്ങ് വെക്കട്ടെ എന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് എടുത്ത് വെച്ചു. കൂടെയായിരുന്നു. അപ്പോൾ അത് പഴുത്ത് കഴിഞ്ഞപ്പോൾ സൈഡൊക്കെ പോയായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കി ഞാൻ കട്ട് ചെയ്തെടുത്ത് പള്ളിയിലെ കുർബാനയ്ക്കല്ല പോയത്, ജസ്റ്റ് അല്ലാതെ പോയേ ഉള്ളൂ കേട്ടോ. പോയിട്ട് വന്നു കഴിഞ്ഞപ്പം ഇരുന്നങ്ങ് ആസ്വദിച്ചങ്ങ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. കുറേ കഴിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ 2 ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറേ ചക്കപ്പഴം തിന്നു കേട്ടോ. ഒത്തിരി. അത് കൂഴച്ചക്കയായിരുന്നു, കൂഴയല്ല വരിക്കയല്ലാത്തൊരു പരുവത്തിൽ. അത്ര അളിഞ്ഞ പഴമല്ലായിരുന്നു കേട്ടോ. നല്ല മധുരമാണ്. അത് അതിൻ്റെ ചകിണിക്കാണെങ്കിൽ നല്ല കട്ടി. അപ്പം അത് ഞാൻ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ബാലൻസ് ഇരിക്കുന്ന ചക്ക അട ഉണ്ടാക്കാമല്ലോ. പക്ഷേ ചക്കപ്പഴം തന്നപ്പോൾ അത് കഴിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വയറ് നിറഞ്ഞു കേട്ടോ. അതുപോലെ എനിക്ക് പണ്ട് മുതലേ ചക്കയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്കയുടെ സാധനങ്ങൾ. എന്നാൽ വേവിച്ച ചക്കയോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അത് മിക്കവാറും ഈ വെട്ടുമ്പം മുതലേ പച്ചച്ചക്ക തിന്ന് വയറ് നിറയുമ്പോൾ ചക്ക തിന്നാൻ ഗ്യാപ്പില്ലാത്തതുകൊണ്ടായിരിക്കാം ചക്കയോട് വേവിച്ചതിനോട് വലിയ താല്പര്യമില്ലാത്ത. അപ്പം പച്ചച്ചക്കയും പഴവും ചക്കുക്കുരുവും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിനായിരുന്നു ഞാൻ എൻ്റെ നോയമ്പ്. അപ്പം നമ്മുടെ ഇവിടെ പറയണത് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് ഉപേക്ഷിക്കുക. മനസ്സിലല്ലാതെ ഇറച്ചി, മീൻ, മുട്ട, പാൽ ഇത് മാത്രമല്ല, നമുക്കിഷ്ടമുള്ളത് നമ്മൾ ഉപേക്ഷിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പം എനിക്കിഷ്ടമുള്ളത് ഞാൻ ഒരാഴ്ച മാറ്റി വെച്ചു. അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പം ഞാനിതങ്ങ് കിട്ടിയപ്പം നോയമ്പ് വീട്ടാനായിട്ട് അത് കിട്ടി. കറക്റ്റ് കഴിച്ചു. ശരിക്കും ഇതായിരുന്നു കേട്ടോ എൻ്റെ ഈസ്റ്റർ ആഘോഷം. അതുമില്ല, ഇപ്പോൾ ഉള്ള ആൾക്കാർ കൂഴച്ചക്ക അങ്ങനെ കഴിക്കണത് ചുരുക്കം കേട്ടോ. വരിക്കച്ചക്കയാണ് കഴിക്കുന്നത്. പക്ഷേ കൂഴച്ചക്കയ്ക്കകത്ത് നല്ല നാരുമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങ് എന്നാ പറയുക, ഒരറ്റത്തുനിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അങ്ങ് എന്നാ പറയുക, അങ്ങ് ഇറങ്ങി അങ്ങ് പൊക്കോളും. ഒരറ്റം ഒന്ന് വിഴുങ്ങി വിട്ടാൽ മതി കേട്ടോ. അത്ര ടേസ്റ്റായി സാധനത്തിന്. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല വലുപ്പമുള്ള ചുളയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ എൻ്റെ നോയമ്പ് ഇങ്ങനെ അങ്ങ് വിട്ടു കേട്ടോ ചെയ്തേ. അപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കി. 2 ആഴ്ചയില്ല, ഒരു 1.5 ആഴ്ച കേട്ടോ. നന്നായിട്ട് നമ്മുടെ കൊക്കോയെന്ന് കൊക്കോക്ക പറിച്ച് ഉണങ്ങി ഈ ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നാൾ കൊണ്ടുവന്ന ചോക്ലേറ്റിൻ്റെ ബാലൻസ് ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളിത് ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മളത് കഴിക്കുന്നത് ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇതൊക്കെ ഞാൻ ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കാണുമ്പോൾ ഒരു ആശയടക്കം പോലെയാണല്ലേ. അങ്ങനെ അത്ര ബലം പിടിച്ചൊന്നും ചെയ്യേണ്ട കേസില്ല കേട്ടോ. ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്ത കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രീസർ തുറക്കുമ്പോൾ ഇതിങ്ങനെ കാണാമല്ലോ. അങ്ങനെ അതിനും ഞാൻ നോയമ്പെടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ കൊക്കോ ആയതുകൊണ്ട് ഇത് മറ്റേ ചോക്ലേറ്റ് ഹസ്ബൻഡ് അങ്ങനെ കഴിക്കുമൊന്നുമില്ല കേട്ടോ. എങ്ങാനും ആണ്ടല്ലോ സംക്രാന്തിക്ക് ഒരെണ്ണെങ്ങാനും കഴിച്ചാലായിട്ടോ. പിന്നെ ഇവിടെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് നന്നായിട്ട് കഴിക്കും കേട്ടോ. ചോക്ലേറ്റ് അതുമില്ല, ഇതിൻ്റെ അത് യാതൊരു കെമിക്കലില്ല. അതുമില്ല, ഇതിങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കുന്നതിനെ അറിയാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓയിൽ മാറ്റിയിട്ടില്ലല്ലോ. ഡയറക്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്ത് ശർക്കര പാനിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ച് കുറുക്കി അതിൻ്റെ അകത്ത് നെയ്യും ഇട്ട് ഈ 3 ഐറ്റം മാത്രമേ ഇട്ടിട്ടുണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പം പിന്നെ കുറച്ച് നട്ട്സ് കൂടെ ഇട്ടുവെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. നല്ല ഡാർക്ക് ചോക്ലേറ്റ് മധുരം ഇട്ട് കഴിക്കണ മാതിരി തന്നെ കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് ഇതുണ്ടാക്കുമ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെ. അപ്പം അത് ഞാൻ കുറേ അങ്ങ് കഴിച്ചു കേട്ടോ. അതിനും വലിയ പിശുക്ക് കാണിക്കാൻ നോക്കിയില്ല. കുറേ ദിവസമായല്ലോ ഞാനിങ്ങനെ ഇത്തിരി ഭക്ഷണപ്രിയ ആയതുകൊണ്ട് ചില സാധനങ്ങൾ നമ്മൾ കഴിക്കാതിരുന്ന് കഴിക്കുമ്പം ഭയങ്കര ആക്രാന്തമല്ലേ. അങ്ങനെ ചോക്ലേറ്റ് ഞാൻ ആവശ്യത്തിന് വെച്ചു. അപ്പോൾ ഇനി അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കും കേട്ടോ. അതുപോലെ ചോക്ലേറ്റ് നമുക്ക് ബുദ്ധി വളരാൻ നല്ലതെന്ന് പറയണേ. ഇനിയിപ്പം കഴിച്ച് മന്ദബുദ്ധിയാവുമെന്നറിയില്ല. ഇതൊരു 1.5-2 ആഴ്ചയായത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റത്തെ വലിയ ആഴ്ച മാത്രമേ ഞാൻ നോയമ്പെടുത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളാട്ടോ ചോക്ലേറ്റ്, ചക്കയും ചക്കപ്പഴവും ചക്കയൊക്കെ. അപ്പം
അങ്ങനെ ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു. നമ്മുടെ ഈ ചോക്ലേറ്റ് ഇതുണ്ട്, കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ നമ്മുടെ ഈ ത്യാഗം മനസ്സിലാവുള്ളൂ. മനസ്സിലായല്ലേ? ഇതില്ലാതിരുന്നിട്ട് ഞാൻ നോയമ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ തിരിച്ചു ഒരാഴ്ച ഞാൻ വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പള്ളിയിലൊന്ന് പോയി, കുർബാനയ്ക്കല്ലാട്ടോ പോയത്, അല്ലാതെ പള്ളിയിലൊന്ന് കയറി വന്നു കഴിഞ്ഞപ്പോൾ അക്രാന്ന് മൊത്തം ഒരു 3-4 തിന്നു. വേറെ നട്ട്സ് ഉള്ളിൽ വെച്ചത് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് കഴിച്ചു. അപ്പം ഞാൻ അപ്പോൾ ഇന്ന് ഒറ്റ ദിവസം ഇത്രയും ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് അപ്പോൾ ഇനി 2 ദിവസത്തേക്ക് ആ പരിപാടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും കേട്ടോ. ഇടയ്ക്ക് 1-2 വീതം എടുത്ത് കഴിക്കും. പിന്നെ നമ്മുടെ കുട്ടീസിനും നോയമ്പൊന്നുമില്ല, അവർക്ക് എപ്പോഴും നോൺ വെജ് വേണമല്ലോ. അപ്പോൾ പിന്നെ അവരുടെയും കൂടെ അവർക്ക് ചുമ്മാ ചിക്കൻ ഉപ്പിട്ട് വേവിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം കഴിഞ്ഞു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.